Download now. CC Learning app. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടൈപ്പിസ്റ്റ് യോഗ്യത നേടി LD ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ച് PSCയുടെ OMR എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട MS വേഡിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് മറ്റു ചില കാര്യങ്ങൾ പറയാം. അതായത് LD ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ മിക്ക PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും സഹായകമാകുന്ന രീതിയിൽ നമ്മുടെ CCയിലെ എല്ലാ ബാച്ചുകളും ഇപ്പോൾ നിലവിൽ റണ്ണിങ് ആണ്. അപ്പൊ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മുടെ ക്ലാസ്സുകൾ കാണാനും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകൾ കാണുക. ഇനി പെയ്ഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്കും LD അതുപോലെയുള്ള മിക്ക എക്സാമുകളിലും നിരവധി റാങ്കുകൾ നമ്മുടെ ബാച്ചിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ നിങ്ങൾക്കും ആ റാങ്കുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക എന്ന ഒരു ഇൻഫർമേഷൻ നൽകുന്നത്. അപ്പൊ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒട്ടും മടിക്കേണ്ട, നമ്മുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്കറിയാം MS വേഡ്, MS എക്സൽ, MS പവർ പോയിന്റ്, ഫണ്ടമെന്റൽസ് ഇത്രയും ഏരിയ ഉൾപ്പെടെ 40 മാർക്കിന്റെ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ടൈപ്പിസ്റ്റ് എക്സാമിൽ ഉണ്ടാവുക. അതിൽ മുൻ വർഷങ്ങളിൽ നടന്ന മിക്ക പരീക്ഷകളിലും ചോദ്യങ്ങൾ വരികയും എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്ത ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം MS വേഡിന്റെ റിബൺ ആണ് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ റിബണിൽ എത്ര ടാബുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ടാബുകളാണുള്ളത്. എത്ര ടാബുകളാണുള്ളത്? 7 ടാബുകളാണ് ഉള്ളത്. ആ 7 ടാബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം, ഇൻസർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ. ഈ ഒരു ടാബുകളിൽ നിരവധിയായ ഗ്രൂപ്പുകളും ഡിഫറെന്റ് ഗ്രൂപ്പ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്സ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്സ്, എഡിറ്റിംഗ് ഗ്രൂപ്പ്സ്, ഇത്രയുമാണ് ഗ്രൂപ്പുകൾ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫോണ്ട് ഗ്രൂപ്പിനെ കുറച്ചുകൂടി സൂം ചെയ്ത് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഫോണ്ട് ഗ്രൂപ്പിൽ അതായത് ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കമാൻഡുകളും ഏതൊക്കെ തരത്തിലുള്ള പ്രത്യേകതകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഹോം ടാബിലെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട ഫോണ്ട് ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സിനെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫോണ്ട് ഗ്രൂപ്പിൽ നിന്നുള്ള നിരവധി ചോദ്യങ്ങൾ ടൈപ്പിസ്റ്റ് എക്സാമുകളിൽ കണ്ടുവരുന്നു. അപ്പൊ നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഹോം ടാബ് നിങ്ങൾക്ക് അറിയാം. ഹോം ടാബാണ് നമ്മുടെ ഡിഫോൾട്ട് ടാബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് ഓപ്പൺ ആയിരിക്കുന്ന ടാബ് ഏതായിരിക്കും? ഹോം ടാബ് ആയിരിക്കും. ഈ ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്, എത്ര ഗ്രൂപ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്, എഡിറ്റിംഗ് ഗ്രൂപ്പ്, ഇത്രയും ഗ്രൂപ്പുകളാണുള്ളത്. ഇനി ഹോം ടാബുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഫസ്റ്റ് ടാബ് ഇൻ MS വേഡ് 2007. MS വേഡ് 2007 ഫസ്റ്റ് ടാബാണ്. അപ്പൊ പലർക്കും ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് നമ്മൾ 2007 പഠിക്കുന്നത്? നിങ്ങൾ LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MS വേഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും അവർ പറയുന്ന വെർഷൻ 2007 വെർഷനെ കുറിച്ചാണ്. ഈ 2007 വെർഷനിൽ പറയുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേ. ഇനി നോക്കിയേ, രണ്ടാമത്തത്
ഡീഫോൾട്ട് ആക്റ്റീവ് ടാബ്, ഹോം ടാബിന്റെ മറ്റൊരു ഫീച്ചറാണ് ഡീഫോൾട്ട് ആക്റ്റീവ് ടാബ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഗ്രൂപ്പ്സ്. അതായത് 5 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര ടാബുകളാണുള്ളത്? 7 ടാബുകളാണുള്ളത്. എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 5 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതായത് MS Wordൽ 7 ടാബുകളാണുള്ളത്. ഇനി നമ്മുടെ ഈ ഹോം ടാബിൽ, അതായത് 7 ടാബുകളിൽ ഒന്നായ ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 5 ഗ്രൂപ്പുകളാണ്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, ഈ ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഗ്രൂപ്പുകളെ കുറിച്ചും ഹോം ടാബിലെയും ഇൻസെർട്ട് ടാബിലെയും പേജ് ലേഔട്ട് ടാബിലെയും എല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 3 പോയിന്റും ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള എക്സാമുകളിൽ ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടാബ് ഇൻ MS Word 2007 ഡീഫോൾട്ട് ആക്റ്റീവ് ടാബ് ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഗ്രൂപ്പ്സ്: ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്. ഇതിൽ ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫോണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്? ഒരു ഗ്രൂപ്പാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം ഒരു എക്സാമിന് ചോദിച്ചു ടാബ്, ഗ്രൂപ്പ്, കമാൻഡ്, ഈ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഓർഡർ പോകുന്നത്. അങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ. എന്താണ് ഫോണ്ട് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്? എ ഫോണ്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടെക്സ്റ്റ് ദാറ്റ് മേ ഇൻക്ലൂഡ് ഡിഫറെന്റ് ടൈപ്പ് ഫേസ്, പോയിന്റ് സൈസ്, വെയിറ്റ്. അപ്പൊ പലർക്കും ഡൗട്ട് വരും, വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ തിക്നെസ്സിനെയാണ് ഇവിടെ വെയിറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വെയിറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അക്ഷരങ്ങളുടെ തിക്നെസ് ആണ് ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളേഴ്സ് ആൻഡ് ഡിസൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, ഇപ്പൊ F എന്ന് പറയുന്നതും R എന്ന് പറയുന്നതും W എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ഓരോ ഫോണ്ടുകളാണ്. അപ്പൊ എ ഫോണ്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടെക്സ്റ്റ് ദാറ്റ് മേ ഇൻക്ലൂഡ് എ ഡിഫറെന്റ് ടൈപ്പ് ഫേസ്, പോയിന്റ് സൈസ്, വെയിറ്റ്, കളർ ഓർ ഡിസൈൻ. നെക്സ്റ്റ്, ബൈ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് വി ക്യാൻ യൂസ് കൺട്രോൾ ഷിഫ്റ്റ് F ഓർ P. അതായത് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം F അല്ലെങ്കിൽ P എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റ് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ കൺട്രോൾ D എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയും യൂസ് ചെയ്യാം. അപ്പം ഏകദേശം 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. കൺട്രോൾ ഷിഫ്റ്റ് F ഓർ P ഓർ കൺട്രോൾ പ്ലസ് D. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ അറ്റ് ദ റൈറ്റ് കോർണർ ഓഫ് ദി ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഫോണ്ട് ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. ഈ ഫോണ്ട് ഗ്രൂപ്പിന്റെ റൈറ്റ് കോർണറിൽ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്താ പറയുന്നത്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ. ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ നമുക്ക് ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് കോർണറിലെ ഫോണ്ട് ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക്. ഇതാ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവൈലബിൾ ആവും? ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ അവൈലബിൾ ആവും. അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫോണ്ട് ചേഞ്ചിലേക്ക് വരുത്താം, ഫോണ്ട് ചേഞ്ചുകൾ വരുത്താം. ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് അതിന്റെ ആ ഒരു ഐക്കൺ, ദാണ്ട് ഈ ഒരു ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നതാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ അറ്റ് ദി റൈറ്റ് കോർണർ ഓഫ് ദി ഫോണ്ട് ഗ്രൂപ്പ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഫോണ്ട് ടൈപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലെ ഫോണ്ട് ടൈപ്പ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. ഡീഫോൾട്ട് ഫോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോണ്ട് ഫേസ്. ഫോണ്ട് ടൈപ്പ് എന്ന് വിളിക്കും, ഫോണ്ട് ഫേസ് എന്ന് വിളിക്കും. അത് ഏതായിരിക്കും? കാലിബ്രി. നോക്കാം. ഇതാ നോക്കിയേ, ഇവിടെ ഞാൻ ഈ ബോക്സിനകത്തേക്ക് മാറ്റുന്ന ഇത്രയും പൊസിഷനിലുള്ള
ഇതിനെയാണ് നമ്മൾ ഫോണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലാണ് എന്തുള്ളത്, ഫോണ്ട് ടൈപ്പ് ഉള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഡിഫോൾട്ട് ഫോണ്ട് ടൈപ്പ്, അതായത് നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീസെറ്റ് ചെയ്യാതെ ഡീഫോൾട്ട് ആയിട്ട് അവിടെ അവൈലബിൾ ആവുന്ന ഫോണ്ട് ഫേസ് അല്ലെങ്കിൽ ഫോണ്ട് ടൈപ്പ് കാലിബ്രി ആയിരിക്കും. ചൂസ് ഫ്രം മിനി ടൂൾ ബാർ. ഇനി നിങ്ങൾക്ക് ഈ ഫോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോണ്ട് ഫേസ് അവൈലബിൾ ആവുന്നതിന് വേണ്ടി നമുക്ക് മിനി ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ മിനി ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്യുമെന്റിന്റെ സെന്ററിൽ എവിടെയെങ്കിലും നമ്മൾ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആവും ഇത്തരത്തിലൊരു ടൂൾ ബാർ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫോണ്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം, സ്ട്രിംഗ് ഫോണ്ട്, ഗ്രോ ഫോണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുത്താൻ പറ്റും. അതാണ് മിനി ടൂൾ ബാർ. അപ്പൊ മിനി ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വർക്ക് ഏരിയക്കകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അവൈലബിൾ ആവുന്ന ഒരു ടൂൾ ബാറിനെ പറയുന്ന പേരാണ് മിനി ടൂൾ ബാർ. ഈ ഫോണ്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും അവിടെയും അവൈലബിൾ ആയിരിക്കും. ഇവിടെ പറയുന്ന മിക്ക ഓപ്ഷൻസും അവിടെയും അവൈലബിൾ ആയിരിക്കും. ഫോണ്ട് ഗ്രൂപ്പിലുള്ള മിക്ക ഓപ്ഷൻസും മിനി ടൂൾ ബാറിലും അവൈലബിൾ ആയിരിക്കും. ഇനി ഫോണ്ട് Ctrl+Shift+F ചേഞ്ച് ദ ഫോണ്ട് ഫേസ്. അതായത് നിങ്ങളുടെ മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ, മൗസ് പോയിന്റർ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കമാൻഡ് ബോക്സ് അവൈലബിൾ ആവും. ഇവിടെ നമുക്ക് പറയും ഫോണ്ടിന്റെ ചേഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ എന്താണ്, അവിടെ എന്ത് ആക്ടിവിറ്റി, എന്ത് ചേഞ്ച് ആണ് അവിടെ വരാൻ സാധ്യതയുള്ളത്, അവിടെയും അത് അവൈലബിൾ ആവും. കേണിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫോണ്ട് സൈസ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ഫോണ്ട് സൈസ് നമ്മൾ പറഞ്ഞു, ഫോണ്ട് ഫേസ് അല്ലെങ്കിൽ ഫോണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനി ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞതാ ഇവിടെ ഈ ഒരു 11 എന്ന് എഴുതിയിരിക്കുന്ന കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മാറ്റം വരുത്തുന്നത്. ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലാണ് ഫോണ്ട് സൈസും അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫോൾട്ട് ഫോണ്ട് സൈസ്, എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 11 പോയിന്റ് ആയിരിക്കും, 11 പോയിന്റ് ആയിരിക്കും. PT ഫോർ സ്റ്റാൻഡ്സ് പോയിന്റ്സ്. PT എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫോൾട്ട് എത്രയായിരിക്കും, 11 ആയിരിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടോ, 11 ആയിരിക്കും ഡിഫോൾട്ട് ഫോണ്ട് സൈസ്. സ്മാളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഐക്കൺ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുന്ന പോലുള്ള ഒരു ലിസ്റ്റ് ലഭിക്കും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മാളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ആണ്. സ്മാളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ്, ഡിഫോൾട്ട് ആയിട്ടുള്ള സ്മാളസ്റ്റ് ഫോണ്ട് സൈസ് 8 ആണ്. ഇനി ഗ്രേറ്റസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 ആണ്, 72 ആണ്. മറന്നു പോകരുത്, ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഡിഫോൾട്ട് ആണ്. എന്നാൽ മാക്സിമവും മിനിമവും ചേഞ്ച് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്മാളസ്റ്റ് ഫോണ്ട് സൈസ് ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ദി ബോക്സ്. ബോക്സ് ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന സ്മാളസ്റ്റ് ഡിഫോൾട്ട്, സ്മാളസ്റ്റ് ഫോണ്ട് സൈസ് എത്രയാണ്, സ്മാളസ്റ്റ് ഫോണ്ട് സൈസ് ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ദി ബോക്സ് എത്രയാണ്, 1 ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫോണ്ട് ഗ്രൂപ്പിന്റെ ഈ പറയുന്ന റൈറ്റ് കോർണറിലുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത്, ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഓരോ ചേഞ്ചും വരുത്തുന്നതിന് വേണ്ടിയുള്ള എൻ്ററിങ് നടത്താൻ പറ്റും. അവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ഫോണ്ട് സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്. ഇനി 1ന് മുകളിൽ 1ന് താഴെയുള്ള ഏതെങ്കിലും ഫോണ്ട് സൈസ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, 1ഉം 1638 ആണ്. അതായത് മിനിമം 1, അതുപോലെ തന്നെ മാക്സിമം 1638. ഈ 2 വാല്യൂസ് എൻ്റർ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഡിഫോൾട്ടിൽ എത്രയാണ്, 8ഉം 72 ആണ്. എന്നാൽ നമ്മുടെ വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് സൈസ് എത്രയാണ്, 11 ആണ്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റസ്റ്റ് ഫോണ്ട് സൈസ് ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ദ ടേബിൾ ബോക്സ് എത്രയാണ്, 1638 പോയിന്റ് ആണ്. ചൂസ് ഫ്രം മിനി ടൂൾ ബാർ. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ മിനി ടൂൾ ബാർ, അതായത് മൗസ് പോയിന്റർ വർക്ക് ഏരിയയുടെ ഏതെങ്കിലും പൊസിഷനിൽ പ്ലേസ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മിനി ടൂൾ ബാർ അവൈലബിൾ ആവും.
ബൈ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് വി ക്യാൻ യൂസ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എഫ് ഓർ പി ഓർ കൺട്രോൾ ഡി. ഓൾറെഡി പറഞ്ഞാണ്, ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ഓർ പിയോ അല്ലെങ്കിൽ കൺട്രോൾ ഡിയോ പ്രസ് ചെയ്യാം. ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ അറ്റ് ദി റൈറ്റ് കോർണർ ഓഫ് ദി ഫോണ്ട് ഗ്രൂപ്പ്. ഫോണ്ട് ഗ്രൂപ്പിന്റെ റൈറ്റ് ക്ലിക്കിലുള്ള ആ ഒരു ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ ഓപ്പൺ ചെയ്താലും ഡബിൾ ക്ലിക്ക് ചെയ്താലും അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഫോണ്ട് ഡയലോഗ് ബോക്സ് അവിടെ അവൈലബിൾ ആവും. ആ ഫോണ്ട് ഡയലോഗ് ബോക്സിന് നമ്മൾ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് എന്നും ഒക്കെ വിളിക്കാറുണ്ട് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് വിളിക്കുന്നതും അവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആവുന്ന ഡയലോഗ് ബോക്സിനെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ ഫോണ്ട് സൈസ് കൺട്രോൾ ഷിഫ്റ്റ് പി ചേഞ്ച് ഫോണ്ട് സൈസ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കേണിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഐക്കണിന്റെ മുകളിലേക്ക് നമ്മുടെ മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി ഫോണ്ട് കളർ. നമ്മൾ നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ LD ടൈപ്പിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് LD റെഡ് ആക്കി, TY ബ്ലാക്ക് ആക്കി, P ബ്ലൂ ആക്കി, I റെഡ് ആക്കി, ST ബ്രൗൺ, ഈ രീതിയിലേക്ക് മാറ്റുന്നു എന്ന് കരുതി. ഇതിനെയാണ് നമ്മൾ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐക്കൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ട് ഇതുപോലൊരു ഐക്കൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദാണ്ട് ആ ഐക്കൺ ഇവിടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഫോണ്ട് ഗ്രൂപ്പിന്റെ ഏറ്റവും റൈറ്റ് എൻഡിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലെ ഫോണ്ട് കളർ ഉപയോഗിച്ചാണ് ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നത്. ചൂസ് മിനി ടൂൾ ബാർ. മിനി ടൂൾ ബാർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് വി ക്യാൻ യൂസ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എഫ് ഓർ പി ഓർ കൺട്രോൾ ഡി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആ രീതിയിൽ നമുക്ക് ഈ ഫോണ്ട് ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും കമാൻഡുകളും നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡയലോഗ് ബോക്സിൽ അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചറിലൂടെ നമുക്ക് അവൈലബിൾ ആവും. ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഫോണ്ട് ഗ്രൂപ്പിന്റെ ഏറ്റവും റൈറ്റ് കോർണറിലുള്ള ആരോ മാർക്കിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ. ഇതിനെ നമ്മൾ ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ എന്ന് കൂടി വിളിക്കാറുണ്ട്. അറ്റ് ദി റൈറ്റ് കോർണർ ഓഫ് ദി ഫോണ്ട് ഗ്രൂപ്പ്. ഇനി ഫോണ്ട് കളർ ചേഞ്ച് ദ ടെക്സ്റ്റ് കളർ. ചേഞ്ച് ദ ടെക്സ്റ്റ് കളർ എന്നതാണ് നമ്മൾ കേണിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ പോലുള്ള ടേബിൾ നമുക്ക് വേണ്ട കളറുകൾ ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഒരു പുതിയ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അവൈലബിൾ ആവും. ഇനി ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. എന്താണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. ഇത് ഫോണ്ട് ഗ്രൂപ്പാണ്, ഫോണ്ട് ഗ്രൂപ്പാണ്, ഫോണ്ട് ഗ്രൂപ്പാണ്. ഇതെന്താണ്? ഇത് മിനി ടൂൾ ബാർ ആണ്, ഇത് മിനി ടൂൾ ബാർ ആണ്. എന്താണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ? ഈ പറയുന്ന കംപ്ലീറ്റ് ഫങ്ഷൻസും ഈ പറയുന്ന കംപ്ലീറ്റ് കമാൻഡുകളും എവിടെയാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എവിടെയാണ്? ഫോണ്ട് ഗ്രൂപ്പിലാണ്. ഫോണ്ട് ഗ്രൂപ്പ് എവിടെയാണ് വരുന്നത്? ഹോം ടാബിലാണ് വരുന്നത്. ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ബോൾഡ്, എന്താണ് ഇറ്റാലിക്സ്, എന്താണ് അണ്ടർലൈൻ എന്ന് നോക്കാം. നോക്കിയേ, ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഇവ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തണം. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എക്സാംസിന് ചോദിക്കുക. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ച് പഠിക്കാതെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, തെറ്റ് സംഭവിക്കുക. ചൂസ് മിനി ടൂൾ ബാർ. മിനി ടൂൾ ബാർ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇതാണ് മിനി ടൂൾ ബാർ. ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ വർക്ക് ഏരിയ, നമ്മൾ ആ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എവിടെയാണോ അവിടെ മൗസ് പോയിന്റർ എത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന മിനി ടൂൾ ബാർ അവിടെ അവൈലബിൾ ആവും. ഈ ഫോണ്ട് ഗ്രൂപ്പിൽ പറയുന്ന മിക്ക ആക്ടിവിറ്റീസും മിക്ക കമാൻഡുകളും ഈ പറയുന്ന മിനി ടൂൾ ബാറിലും അവൈലബിൾ ആവും. ബൈ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് വി ക്യാൻ യൂസ് കൺട്രോൾ ഷിഫ്റ്റ് എഫ് ഓർ പി ഓർ കൺട്രോൾ പ്ലസ് ഡി. ഓൾറെഡി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, വീണ്ടും പറയുന്നില്ല. നമ്മൾ ഫോണ്ട് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ഇതെല്ലാം എവിടെ നിന്നാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്? ഈ പറയുന്ന ഈ ഒരു ആരോ മാർക്കിൽ നിന്ന്, ഐക്കണിൽ നിന്നാണ്. ബൈ ഓപ്പണിംഗ് ഫോണ്ട് ഡയലോഗ് ബോക്സ്, ഫോണ്ട് ഡയലോഗ് ബോക്സ് എന്നോ ഫോണ്ട് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നോ ഫോണ്ട് ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് എന്നോ ഒക്കെ പറയുന്നത് എന്തിനെ തന്നെയാണ്? ഈ ഒരു ആരോ മാർക്കിൽ നിന്ന് അവൈലബിൾ ആവുന്ന ആ ഒരു ഡയലോഗ് ബോക്സിനെ തന്നെയാണ്.
by open font dialog box we can use Control Shift F or P or Control plus D. ഇനി ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ അറ്റ് ദി റൈറ്റ് കോർണർ ഓഫ് ഫോണ്ട് ഗ്രൂപ്പ്. ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഫോണ്ട് ഗ്രൂപ്പ് മായി ബന്ധപ്പെട്ട ഐക്കൺസുമായി അതിനെ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി ഡ്രോപ്പ് ലിസ്റ്റ് ഐക്കൺ എന്ത് ചെയ്യുക, അവൈലബിൾ ആവുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, റൈറ്റ് കോർണറിലുള്ള ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓർ ക്യാൻ യൂസ്, അതായത് ഇവിടെ ഈ കിട്ടുന്ന ഈ ഒരു ഡയലോഗ് ബോക്സിൽ നിന്ന് നമുക്ക് ഈ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഈ ചേഞ്ചസ് അവിടെയും വരുത്താം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ ബി ഫോർ ബോൾഡ് പഠിച്ചു വെച്ചോളുക, മസ്റ്റ് ചോദ്യമാണ്. കൺട്രോൾ ബി ഫോർ ബോൾഡ്. കൺട്രോൾ ഐ മീൻസ് ഇറ്റാലിക്സ് കേട്ടോ. കൺട്രോൾ ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആക്കാം. കൺട്രോൾ ഐ ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലെറ്റേഴ്സ് കുറച്ചൊന്ന് എന്ത് ചെയ്യും, സ്ലൈറ്റ്, അതായത് ചരിയും. കൺട്രോൾ യു ഫോർ അണ്ടർലൈൻ, അതായത് കൺട്രോൾ യു ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അണ്ടർലൈൻ ഉണ്ടാവും. അതായത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈന് താഴെ ഒരു അണ്ടർലൈൻ വരും. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ 3 കമാൻഡുകൾ, ഐക്കണുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ആരോ മാർക്ക് കൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർലൈൻ്റെ തിക്നെസ് എത്രമാത്രം വരും എന്നുള്ള കാര്യത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഇനി ബോൾഡ് കൺട്രോൾ ബി ആണ്, മേക്ക് ദ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ്. ഇറ്റാലിക്സ് കൺട്രോൾ ഐ ആണ്, ഇറ്റാലൈസ്ഡ് ദ സെലക്ടഡ് ടെക്സ്റ്റ്. അണ്ടർലൈൻ കൺട്രോൾ യു ആണ്, അണ്ടർലൈൻ ദ സെലക്ടഡ് ടെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതെന്താണെന്ന് അറിയാലോ, മിനി ടൂൾ ബാർ ആണ്. ഇവിടെയുള്ള മിക്ക കമാൻഡുകളും ഇവിടെയും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ. അതായത് നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫോണ്ട് ഡയലോഗ് ബോക്സ് അവൈലബിൾ ആവും. ഫോണ്ട്, ക്യാരക്ടർ സ്പേസിംഗ്, 2 ഇൻഡെക്സുകളാണ് അവിടെ ഉള്ളത്, 2 ഗ്രൂപ്പുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ അറിയാം ഫോണ്ട് സ്റ്റൈല്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അങ്ങനെയൊക്കെ സൈസ്, ഫോണ്ട് സൈസ് വരും. അതുപോലെ തന്നെ പിന്നെന്ത് വരും, ഫോണ്ട് കളറിനകത്ത് ചേഞ്ച് വരുത്താം, അണ്ടർലൈൻ സ്റ്റൈലിൽ ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ ഫോണ്ട് എഫക്ട്സ്, ഇതെല്ലാം ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് എഫക്ട്സ്, ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചർ അല്ലെങ്കിൽ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഉണ്ടാവും എന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് കീസ് എല്ലാം പറഞ്ഞു. കൺട്രോൾ ഷിഫ്റ്റ് എഫ് അല്ലെങ്കിൽ പി അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ഡി ആണ് ഷോർട്ട് കട്ട് കീ എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനി ഫോണ്ട് സ്റ്റൈൽസ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ പറഞ്ഞു ഫോണ്ട് സ്റ്റൈല് കണ്ടല്ലോ. അടുത്തത് ഫോണ്ട് എഫക്റ്റ്. ഫോണ്ട് സ്റ്റൈൽ ഏതൊക്കെയാണ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്. നോക്കിയേ, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്. യെസ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്. ഇതാണ് ഫോണ്ട് സ്റ്റൈൽസ്. ഫോണ്ട് സ്റ്റൈൽസ് മറന്നു പോരുത്. ഫോണ്ട് സ്റ്റൈൽസ് പ്രധാനപ്പെട്ട 4 എണ്ണം, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്. അപ്പൊ ഫോണ്ട് എഫക്ട്സ് എത്രയാണ്, അതായത് ഫോണ്ട് എഫക്ട്സ് 11 എണ്ണമാണ്. എത്രയാണ്, 11 എണ്ണമാണ്. ഫോണ്ട് എഫക്ട്സ് 11 എണ്ണമാണ് എന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത് നിങ്ങൾ മറക്കരുത്. ഫോണ്ട് സ്റ്റൈൽസ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്സ്, ബോൾഡ് ഇറ്റാലിക്സ്, ഫോണ്ട് എഫക്ട്സ്, സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ആൾ ക്യാപ്സ്, സ്മാൾ ക്യാപ്സ്, ഷാഡോ, ഔട്ട്ലൈൻ, ഹിഡൻ, എംബോസ്, എൻഗ്രേവ്സ്. ഇത് അവിടെ നമ്മൾ കണ്ടതിനെ ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചിരിക്കുകയാണ്. റെഗുലർ, ഇറ്റാലിക്സ്, ബോൾഡ്, ബോൾഡ് ഇറ്റാലിക്സ് 4 എണ്ണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 11 എണ്ണമാണ്. സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ഷാഡോ, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്സ്, സ്മാൾ ക്യാപ്സ്, ആൾ ക്യാപ്സ്, ഹിഡൻ. ഇവിടെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിന് മുകളിലൂടെ എന്ത് ചെയ്യും, ഒരു കറുത്ത ലൈൻ കടന്നു പോകും. സ്ട്രൈക്ക് ത്രൂ, ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ്. സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ മിഡിലൂടെ എന്ത് ചെയ്യും, ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും. എന്താണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും? നമ്മുടെ ഫോണ്ട് ഗ്രൂപ്പിൽ ഈ 2 ഐക്കൺസ് ആയിട്ടാണ് സബ്സ്ക്രിപ്റ്റിനെയും സൂപ്പർസ്ക്രിപ്റ്റിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അവിടെ ടെക്സ്റ്റിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. സബ്സ്ക്രിപ്റ്റില് ഈ ഒരു ടൈപ്പ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ടെക്സ്റ്റിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. ഇവിടെ നോക്കിയേ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ ലെറ്റേഴ്സിന് മുകളിലായിരിക്കും എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ വരിക. ഇപ്പൊ നമ്മൾ
2 സ്ക്വയർ 2 ക്യൂബ് എന്നൊക്കെ എഴുതുന്ന പോലെ ഇവിടെ എന്താണ് നോക്കിയേ, ബേസ് ലൈനിൽ, അതായത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ H2O എന്ന് എഴുതുമ്പം H2 വരുന്ന രീതിയിലായിരിക്കും അവിടെ അവൈലബിൾ ആവുക. നോക്കിയേ, സബ്സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ബിലോ ദ ബേസ് ലൈൻ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ ദ ബേസ് ലൈൻ നോർമൽ ടെക്സ്റ്റ് ലൈൻ കൺട്രോൾ പ്ലസ് ഈസ് ഈക്വൽ ടു ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ് സബ്സ്ക്രിപ്റ്റ് ഓപ്ഷൻ. സൂപ്പർസ്ക്രിപ്റ്റ് റൈറ്റിംഗ് ദ ലെറ്റേഴ്സ് എബോവ് ദ ബേസ് ലൈൻ ഓർ നോർമൽ ടെക്സ്റ്റ് ലൈൻ. അതായത് ബേസ് ലൈൻ്റെ അല്ലെങ്കിൽ നോർമൽ ടെക്സ്റ്റ് ലൈൻ്റെ എബോവ് മുകളിലായിട്ട് ക്രമീകരിക്കുന്നു. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈസ് ഈക്വൽ ടു ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. ഷോർട്ട് കട്ട് കീ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കണം. ഇനി സ്മാൾ ക്യാപ്സ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സിന്റെ ക്യാപിറ്റൽ ഫോർമാറ്റിൽ നിന്ന് സ്മാൾ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് കൺട്രോൾ ഷിഫ്റ്റ് കെ എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്യുക. ഇനി ഫോണ്ട് സൈസ് ഓരോ പോയിന്റ് വീതമാണ് നമുക്ക് ഡിക്രീസ് ചെയ്യേണ്ടതെങ്കിൽ, ഫോണ്ട് സൈസ് ഓരോ പോയിന്റ് വീതം ഡിക്രീസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ പ്രസ് ചെയ്യുക. ഇനി ഇൻക്രീസ് ചെയ്യണമെങ്കിലോ ഓരോ പോയിന്റ് വീതം കൺട്രോൾ പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ള ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇനി ഡിക്രീസ് ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇവിടെ ഓരോ പോയിന്റ് എന്ന് മെൻഷൻ ചെയ്ത് പറയുന്നു, ഇവിടെ അങ്ങനല്ല, ഓരോ പോയിന്റ് വീതം അല്ല, 2 പോയിന്റ് വീതം, ഒരു 12 പോയിന്റിന് ശേഷം 2 പോയിന്റ് വീതം കൂടുകയോ അല്ലെങ്കിൽ 2 പോയിന്റ് വീതം കുറയുകയോ, അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാനും, ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ ഫോണ്ട് സൈസ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാനും എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഡിക്രീസ് ഫോണ്ട് സൈസ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാൻ, ഇൻക്രീസ് ഫോണ്ട് സൈസ് ആകുമ്പോൾ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം നോക്കിയേ, ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളറും ക്ലിയർ ഫോർമാറ്റിംഗ്. ഒന്നുമില്ല, ഈ 2 ടൈപ്പ് ഐക്കൺ ആണ് അവിടെ അവൈലബിൾ ആവുന്നത്. ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൾ ദ ഫോർമാറ്റിംഗ് ഫ്രം ദി സെലക്ഷൻ ലിവിങ് ഓൺലി ദ പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ഫോർമാറ്റിംഗ് വരുത്തിയോ ആ ഫോർമാറ്റിനെ ഒന്നിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. ഇനി ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ മേക്ക് എ ടെക്സ്റ്റ് ലുക്ക് ലൈക്ക് വാസ് മാർക്ക്ഡ് വിത്ത് എ ഹൈലൈറ്റർ പെൻ. നമ്മൾ സാധാരണ നോട്ട്ബുക്കിലൊക്കെ ഹൈലൈറ്റർ പെൻ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് പോലെ മേക്ക് ദ ടെക്സ്റ്റ് ലുക്ക് ലൈക്ക് വാസ് മാർക്ക്ഡ് വിത്ത് എ ഹൈലൈറ്റർ പെൻ. ഹൈലൈറ്റർ പെൻ വെച്ച് മാർക്ക് ചെയ്ത പോലെ നമ്മുടെ ലെറ്റേഴ്സിനെ ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹൈലൈറ്റ് കളർ. ഓക്കെ ആണല്ലോ. ഐക്കൺസ് ഈ രീതിയിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ, ഈ പറയുന്ന ഫോണ്ട് ഗ്രൂപ്പിൽ അവൈലബിൾ ആവുക. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം. ചേഞ്ച് കേസ് ഷോർട്ട് കട്ട് കീ മനസ്സിലാക്കി വെച്ചോ. ഷിഫ്റ്റ് പ്ലസ് F3 ആണ് ചേഞ്ച് കേസിന്റെ ഷോർട്ട് കട്ട് കീ. മനസ്സിലാക്കി വെച്ചോളുക, ഷിഫ്റ്റ് പ്ലസ് F3 ആണ്. അപ്പം ചേഞ്ച് കേസ് എത്ര ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കുക. 1, 2, 3, 4, 5. ഏതൊക്കെയാണ്? സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ്ഡ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ദാണ്ട ഇത്തരത്തിലായിരിക്കും നമ്മൾ അവിടെ നമുക്ക് ഈ ചേഞ്ച് കേസിന്റെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരിക. ചേഞ്ച് കേസിന്റെ ഐക്കൺ ഇങ്ങനെ ആയിരിക്കും. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ്ഡ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. എന്താണ് സെന്റൻസ് കേസ്? ഫോളോ ദ സെന്റൻസ് റൂൾ. സെന്റൻസ് റൂൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മുടെ ആ ഒരു സെന്റൻസിനെ ക്രമീകരിക്കുന്നതാണ് സെന്റൻസ് കേസ്. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ കൺവെർട്ട് സെലക്ടഡ് കണ്ടന്റ് ടു ലോവർ കേസ്. നമ്മൾ സെലക്ട് ചെയ്ത കണ്ടന്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ, അപ്പർ കേസിലാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ലോവർ കേസിലേക്ക് മാറ്റുക. ഇനി അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ കേസിലുള്ള ലെറ്റേഴ്സിനെ അപ്പർ കേസിലേക്ക് മാറ്റുക, അതായത് സ്മാൾ ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റുക. ക്യാപിറ്റലൈസ്ഡ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിന്റെയും അല്ലെങ്കിൽ ഓരോ സെന്റൻസിന്റെയും ആദ്യ അക്ഷരങ്ങളെ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ആക്കി ബാക്കിയുള്ളവ സ്മാൾ ആക്കിയും മാറ്റുക. ഇപ്പം ഓരോ വാക്കിന്റെയും ആദ്യമുള്ള അക്ഷരങ്ങളെ ക്യാപിറ്റൽ ആക്കി മാറ്റുക, ഓരോ വാക്കിന്റെയും ആദ്യമുള്ള അക്ഷരങ്ങളെ. നെക്സ്റ്റ് ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ കൺവെർട്ടിംഗ് അപ്പർ കേസ് ലെറ്റേഴ്സ് ഇൻ ലോവർ കേസ് ആൻഡ് വൈസ് വേഴ്സ ഇൻ എ സെലക്ടഡ് ടെക്സ്റ്റ്. അപ്പർ കേസിനെ ലോവർ കേസിലേക്കും ലോവർ കേസിനെ അപ്പർ കേസിലേക്കും മാറ്റുന്നതിനെയാണ് ടോഗിൾ കേസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഓരോ ടോപ്പിക്കിനെയും ഇതുപോലെ തന്നെ പ്രാക്ടിക്കലി നമ്മുടെ സ്ക്രീൻ മിറർ ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
നമ്മുടെ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8590202323 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.